ട്രംപിന്റെ കടുത്ത ഭീഷണി വീണ്ടും ഇറാനെതിരെ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. ചർച്ചകളുടെ അന്തരീക്ഷത്തെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കിയിരിക്കുകയാണ് ട്രംപിന്റെ ഇപ്പോഴത്തെ പുതിയ ഭീഷണി. തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ ഇറാൻ ഒരു ന്യായമായ കരാറിന് തയ്യാറാകണമെന്നുള്ള ആവശ്യമാണ് ട്രംപ് ഉന്നയിക്കുന്നത്. ഇല്ലെങ്കിൽ പ്രത്യാഘാതം കഠിനമായിരിക്കും എന്നും ട്രംപ് പറയുന്നു. ഇറാന്റെ വൈദ്യുതി നിലയങ്ങൾ, പാലങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള നിർണായകമായ അടിസ്ഥാന സൗകര്യങ്ങൾ പൂർണ്ണമായും തകർക്കുമെന്നും ട്രംപ് ഭീഷണിപ്പെടുത്തുന്നത് ഇത് പുതിയ ഭീഷണിയല്ല. ഇറാന്റെ വെടിനിർത്തൽ കരാർ ഇറാൻ പൂർണ്ണമായി ലംഘിച്ചുവെന്ന് ട്രംപ് ആവർത്തിക്കുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. കരാർ അംഗീകരിച്ചില്ലെങ്കിൽ കഴിഞ്ഞ 47 വർഷമായി മറ്റ് പ്രസിഡന്റുമാർ ഇറാന്റെ കാര്യത്തിൽ ചെയ്യേണ്ടിയിരുന്ന കാര്യങ്ങൾ നടപ്പിലാക്കുക എന്നത് എൻ്റെ ബഹുമതിയായി ഞാൻ കാണുന്നു എന്നൊക്കെയാണ് ട്രംപ് പറയുന്നത്. ഇറാനെ ഒരു കൊലയാളി രാഷ്ട്രം എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടാണ് ട്രംപ് ഈ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. അജയ്, ഇപ്പോൾ നേരത്തെ നമുക്കറിയാം ഊർജ്ജ നിലയങ്ങളും പാലങ്ങളും മറ്റുമായിരുന്നു ട്രംപിന്റെ ടാർഗറ്റ്. ചില പാലങ്ങൾ, പ്രധാനപ്പെട്ട 2 വലിയ പാലങ്ങൾ ഇറാനിലെ തകർക്കാൻ അമേരിക്കയ്ക്കായി. പക്ഷേ എന്തുകൊണ്ടോ പിന്നീട് പിന്മാറുകയാണ്. ഇപ്പോൾ ആ മുന്നറിയിപ്പ് വീണ്ടും മുന്നോട്ട് വെക്കുമ്പോൾ അമേരിക്കയ്ക്ക് മുന്നിൽ ഇറാനെ ആക്രമിക്കുക എന്നതല്ലാതെ മറ്റൊരു വഴിയില്ലല്ലോ. കാരണം അത്രത്തോളം നാണം കെട്ടിരിക്കുന്ന ഒരു രാജ്യം കൂടിയാണ് അമേരിക്ക. രഞ്ജിത്ത്, ഈ സമാധാന ശ്രമങ്ങളിൽ നിന്ന് പിന്നോട്ട് പോകാൻ കാരണമാകുന്ന എല്ലാവിധ പ്രസ്താവനയും ട്രംപ് തുടർച്ചയായി നടത്തുന്നുണ്ട്. എല്ലാ ദിവസവും രാവിലെ ലോകരാജ്യങ്ങളെ ഭയപ്പെടുത്തുന്ന രീതിയിൽ, അതും ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള ഗതാഗതം അനിശ്ചിതത്വത്തിലാക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകളാണ് ട്രംപ് തുടരെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇതാ ഇറാനെതിരെ തൻ്റെ പഴയ ഭീഷണി ട്രംപ് വീണ്ടും എടുത്ത് ഉപയോഗിക്കുകയാണ്. ട്രംപ് മുൻപ് പറഞ്ഞിരുന്നത് ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ അവരുടെ ഒരു നിയന്ത്രണം തുടർന്നു കഴിഞ്ഞാൽ ഇറാനുള്ളിലുള്ള പവർ പ്ലാന്റുകളും അതുപോലെ തന്നെ പാലങ്ങളും തകർക്കും എന്നുള്ള ഭീഷണി ട്രംപ് മുൻപ് ഉയർത്തിയിരുന്നു. അതേ ഭീഷണി തന്നെ ട്രംപ് ഇപ്പോൾ വീണ്ടും ആവർത്തിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ട്രംപ് പറയുന്നത് US-മായി ഒരു ന്യായമായ കരാറിൽ ഇറാൻ ഏർപ്പെടണം, അല്ലാത്ത പക്ഷം ഇറാനെ ശക്തമായ രീതിയിൽ ആക്രമിക്കും, അവരെ മുട്ടുകുത്തിക്കും എന്നെല്ലാമാണ് ട്രംപ് തൻ്റെ പുതിയ പോസ്റ്റിൽ അവകാശപ്പെടുന്നത്. മാത്രമല്ല, ട്രംപ് ഈ പോസ്റ്റിലൂടെ വ്യക്തമാക്കുന്നു തൻ്റെ നേതൃത്വത്തിലുള്ള US സംഘം ഇതിനോടകം തന്നെ പാകിസ്ഥാനിലേക്ക് തിരിച്ചിട്ടുണ്ട്. അവർ ചർച്ചകൾക്ക് തയ്യാറാണ്. ഈ ചർച്ചകൾക്ക് ഇറാനും സമ്മതമറിയിക്കണം, ഇറാനും ഈ ചർച്ചകൾക്ക് US-ന് താല്പര്യപ്പെട്ട ഒരു രീതിയിൽ വഴങ്ങണം എന്നെല്ലാമാണ് ട്രംപ് ഈ ഒരു പോസ്റ്റിലൂടെ പറയുന്നത്. ഇല്ലെങ്കിൽ അല്ലാത്ത പക്ഷമാണ് ഈ പാലങ്ങളും അതുപോലെ തന്നെ പവർ പ്ലാന്റുകളും തകർക്കുമെന്ന് പറയുന്നത്. പക്ഷേ ഇത് ഈ US ആക്രമണം എന്ന് മുതലാണ് ഈ വെടിനിർത്തൽ കാലയളവ് അവസാനിച്ചു കഴിഞ്ഞാൽ US ഉടൻ തന്നെ ഒരു യുദ്ധത്തിന് തയ്യാറെടുക്കുമോ എന്നൊന്നും തന്നെ ട്രംപ് ഈ പോസ്റ്റിൽ വ്യക്തമാക്കിയിട്ടില്ല. ഒരു കൃത്യമായ തീയതിയോ അല്ലെങ്കിൽ എന്ന് ആക്രമിക്കുമോ എന്നൊന്നും പറയാതെ ഒരു ഭീഷണിയുടെ സ്വരം, അതാണ് ട്രംപ് ഈ പോസ്റ്റിലൂടെ ആവർത്തിക്കുന്നത്. തീർച്ചയായും അതൊരു പ്രത്യേക സാഹചര്യമാണ്. മറ്റൊന്ന്, ഈ പാകിസ്ഥാനിൽ നടക്കുന്ന ഇസ്ലാമാബാദിലെ പ്രധാനപ്പെട്ട ഒരു ചർച്ച, 2ാം ഘട്ട ചർച്ചയുടെ കാര്യം പറഞ്ഞിരുന്നു. അതിൽ ഇറാൻ പങ്കെടുക്കുന്നില്ല എന്ന് ഇപ്പോൾ കുറച്ച് മുമ്പാണ് അവർ വ്യക്തമാക്കിയത്. അത് ഈ കപ്പലൊക്കെ പിടിച്ചെടുത്തതിന് ശേഷമായിരുന്നു. പക്ഷേ അതിന് മുൻപ് ആദ്യം ആരാണ് പങ്കെടുക്കുന്നത്, JD വാൻസ് ഈ ചർച്ചയുടെ ഭാഗമാകില്ല എന്ന് ട്രംപ് സുരക്ഷാ ഭീഷണി ഉണ്ട് എന്നും മറ്റും പറഞ്ഞിരുന്നു. അത് പിൻവലിക്കുകയും JD വാൻസ് ഈ ചർച്ചയുടെ ഭാഗമാകും, ഇറാൻ US സമാധാന ചർച്ചയുടെ ഭാഗമാകുമെന്നും മറ്റും പ്രഖ്യാപിച്ചിരുന്നു പിന്നീട്. അത് പക്ഷേ ഇനിയിപ്പോൾ ചർച്ചയുടെ ഭാവി എന്താണെന്ന് നമുക്കറിയില്ല. പക്ഷേ JD വാൻസ് തന്നെ ഈ സംഘത്തെ നയിക്കും എന്നാണ് ഇപ്പോൾ ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത്. ബുധനാഴ്ച നിലവിലെ വെടിനിർത്തൽ കരാറിൻ്റെ കാലാവധി അവസാനിക്കാനിരിക്കുകയാണ്. നമുക്കറിയാം ഇതിനിടയിൽ ചർച്ചകളിൽ പുരോഗതി ഉണ്ടാക്കാൻ വൈസ് പ്രസിഡന്റ് നേരിട്ടെത്താനൊക്കെയുള്ള ശ്രമങ്ങളായിരുന്നു അമേരിക്കയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത്. അതേസമയം ഔദ്യോഗികമായി ഇക്കാര്യം അറിയിച്ചിട്ടില്ല. പാകിസ്ഥാനിൽ വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. കാരണം പ്രധാനപ്പെട്ട അമേരിക്കൻ നേതാക്കളൊക്കെ ഈ ചർച്ചയ്ക്കായി അവിടെ എത്തുമെന്നുള്ള സൂചനകളെ തുടർന്നാണ് ഇത്തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ലാഹോറിലും മറ്റും വർദ്ധിപ്പിച്ചിരിക്കുന്നത് എന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിനിടയിൽ ഇറാനുമായുള്ള യുദ്ധം അവസാനിച്ചിട്ടില്ല എന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു വ്യക്തമാക്കിയിരിക്കുന്നത്. തൻ്റെ രാജ്യവും US-ഉം ക്രൂരതയ്ക്കെതിരെയുള്ള പോരാട്ടത്തിലാണ് എന്നും ഇറാന് ലക്ഷ്യമിട്ട് ഇനിയും ആക്രമണങ്ങൾ നടത്തും എന്നും നെതന്യാഹു അസന്നിഗ്ധമായി വ്യക്തമാക്കുകയാണ്. ലോകത്തെ ഭീകരതയിലാഴ്ത്തുന്ന രാജ്യമെന്നാണ് ഇറാനെ നെതന്യാഹു വിശേഷിപ്പിക്കുന്നത്. പാശ്ചാത്യ നാഗരികതയെ തകർക്കാൻ ശ്രമിക്കുന്ന ഇറാൻ വലിയ ഏകാധിപത്യത്തിനെതിരെ US-നോട് ചേർന്ന് ഞങ്ങൾ പോരാടുകയാണ് എന്ന് പറയുന്നു. വലിയ നേട്ടങ്ങൾ ഇതിനകം യുദ്ധത്തിൽ കൈവരിച്ചു, ഈ നേട്ടങ്ങൾ ആവർത്തിക്കും. ഇതിനിടയിൽ നെതന്യാഹു അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ നേതൃത്വത്തിൽ
ലെബനിലേക്ക് വലിയ ആക്രമണങ്ങൾ നടത്തുന്നുണ്ട് എന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നു. കാരണം ലെബനനിൽ ഏത് നിമിഷവും കാര്യങ്ങൾ കുറച്ചുകൂടി സങ്കീർണമാകാം എന്നാണ്. കാരണം അവിടെയും ഒരു വെടിനിർത്തൽ കരാറുണ്ട്. അത് ലംഘിച്ചുകൊണ്ട് ലെബനിലേക്ക് വലിയ ആക്രമണങ്ങൾ ഇറാന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു ഇസ്രായേലിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു എന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. അജയ്, ഇപ്പോൾ നെതന്യാഹു ഇസ്രായേൽ അമേരിക്കയുടെ പച്ചക്കൊടിക്കായി കാത്തിരിക്കുകയാണ് വീണ്ടും കാര്യങ്ങൾ പഴയപടിയിൽ എത്തിക്കാൻ, അല്ലേ? തീർച്ചയായിട്ടും ഇസ്രായേൽ ഇപ്പോൾ ഒരു ആക്രമണത്തിന് തയ്യാറായി തന്നെയാണ് സ്ഥിരമായി നിൽക്കുന്നത്. ഇതിനു മുൻപേ ലെബനനിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചപ്പോഴാണെങ്കിലും സ്ഥിരമായിട്ടുള്ള ബോംബിങ്ങും ആക്രമണങ്ങളും ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഇതിന് പിന്നാലെ ട്രംപ് തന്നെ ഇസ്രായേലിനെ പരോക്ഷമായി വിമർശിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് അടക്കം ഇട്ടിരുന്നു. അതായത് ഇസ്രായേൽ എത്രയും വേഗം ഈ ലെബനിലുള്ള ബോംബിംഗ് നിർത്തണം, പെട്ടെന്ന് തന്നെ ഇത് മതിയാക്കിക്കൊള്ളൂ എന്നെല്ലാം കുറച്ച് കടുത്ത ഭാഷയിൽ തന്നെ ട്രംപ് പിന്നീട് പ്രതികരിക്കുകയുണ്ടായി. എന്തായാലും അത്തരം ഈ ലെബനിൽ നടത്തിയ ആക്രമണങ്ങൾക്ക് പിന്നാലെ ഹിസ്ബുള്ളയും തിരിച്ച് പ്രത്യാക്രമണം നടത്തുന്നു. ഇതിൽ 2 ഇസ്രായേലി സൈനികരും അതുപോലെ തന്നെ UN പീസ് കീപ്പിംഗ് മിഷന്റെ ഭാഗമായി പ്രവർത്തിച്ചിരുന്ന ഒരു ഫ്രഞ്ച് സൈനികരും കൊല്ലപ്പെടുന്ന സ്ഥിതിയുണ്ടായി. ഇപ്പോഴെന്തായാലും തെക്കൻ ലെബനനിൽ ഒരു സംഘർഷ ഭൂമിക കൂടി വീണ്ടും തുറന്നിരിക്കുകയാണ്. വീണ്ടും അവിടെ കടുത്ത രീതിയിൽ ഇസ്രായേലിന്റെ ആക്രമണമുണ്ട്. ഈ ആക്രമണത്തിൽ 4 പേർ ഇതുവരെ കൊല്ലപ്പെട്ടതായിട്ടുള്ള ഔദ്യോഗിക വിവരം കൂടിയുണ്ട്. ഇത്തരത്തിൽ സ്ഥിരമായി ഒരു വെടിനിർത്തലിന്റെ ലംഘനം തന്നെ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, ഇറാനുമായി പ്രഖ്യാപിച്ചിരുന്ന വെടിനിർത്തലിന്റെ കാലയളവിലാണെങ്കിലും തങ്ങൾ ഇറാനെതിരെ സൈനിക നീക്കം നടത്തും, തങ്ങളുടെ ഓപ്പറേഷൻസ് അവസാനിച്ചിട്ടില്ല, മേഖലയിലുള്ള ടെറർ റെജീമിനെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കും, US-ഉമായിട്ടുള്ള ചേർന്ന് ഉള്ള ആക്രമണം അത് തന്നെയാണ് തങ്ങളുടെ ലക്ഷ്യം എന്നെല്ലാം ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ വീണ്ടും ഇസ്രായേൽ ഇത്തരം ഭീഷണികളിലാണ് മുന്നോട്ട് പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല, അമേരിക്കയിൽ നാളെയാണ് ഇസ്രായേലിൻ്റെയും അതുപോലെ തന്നെ ലെബനന്റെയും ഈ സമാധാന ചർച്ചകൾ നടക്കാനിരിക്കുന്നത്. 34 വർഷങ്ങൾക്ക് ശേഷം ഇരു രാജ്യങ്ങളും അമേരിക്കയിൽ വെച്ച് മുഖാമുഖം കാണുന്നു എന്നുള്ള വലിയ പ്രത്യേകത കൂടി ഈ ചർച്ചയ്ക്കുണ്ട്. ഇതെല്ലാം ഈ ഒരു ചർച്ചയുടെ ഒരു ക്രെഡിറ്റ് ഉൾപ്പെടെ ഏറ്റെടുത്തുകൊണ്ട് ട്രംപാണ് ഇത്തരമൊരു പ്രഖ്യാപനം വരെ നടത്തിയത്. പക്ഷേ ഇപ്പോൾ മേഖലയിലെ സാഹചര്യം വീണ്ടും വഷളായിരിക്കുന്നത് തീർച്ചയായിട്ടും അമേരിക്കയ്ക്കും വലിയൊരു ക്ഷീണമാണ്. ഇതിൽ ട്രംപ് ഇതുവരെ ഔദ്യോഗികമായി പ്രതികരണങ്ങളൊന്നും നടത്തിയിട്ടില്ല. പക്ഷേ സൈനിക നടപടികളുമായി ഇസ്രായേൽ മുന്നോട്ട് പോവുകയാണ്. ഇറാനെയും ആക്രമിക്കും എന്നതാണ് അവരുടെ ഭീഷണി എന്നത്. തീർച്ചയായും ഇതിനിടയിൽ ഇറാൻ മറ്റൊരു സുപ്രധാനമായ നീക്കം, അതും ഇസ്രായേലിനെ അടക്കം ചൊടിപ്പിക്കുന്ന ഒരു നീക്കമാണ്. അവിടെ ഹോർമുസിൽ ഇസ്രായേൽ കപ്പലുകൾക്ക് പൂർണ്ണമായും നിയന്ത്രണം ഏർപ്പെടുത്താനായി ഇറാൻ ഒരുങ്ങുന്നു എന്നുള്ള വിവരം കൂടി പുറത്തു വരികയാണ്. അതിന് നിയമപരമായ മാർഗങ്ങളിലേക്ക് ഇറാൻ കടക്കുകയാണ്. ഇറാൻ പാർലമെന്റ് ഒരു നിയമനിർമ്മാണത്തിന് ഒരുങ്ങുന്നു. ഇതുമായി ബന്ധപ്പെട്ട് പ്രത്യേക ബില്ല് തയ്യാറാക്കി എന്നാണ് സൂചന. ഈ ബില്ല് പ്രകാരം ഇസ്രായേൽ കപ്പലുകൾക്ക് ഹോർമുസ് കടലിടുക്കിലൂടെ പ്രവേശനം പൂർണ്ണമായും നിരോധിക്കും. ശത്രു രാജ്യങ്ങളുടെ കപ്പലുകൾക്ക് കടലിടുക്ക് കടക്കാൻ ഇറാന്റെ ദേശീയ സുരക്ഷാ കൗൺസിലിന്റെ പ്രത്യേക അനുമതി വേണ്ടിവരും. ഇറാനെ ആക്രമിച്ച രാജ്യങ്ങളിൽ നിന്ന് അർഹമായ നഷ്ടപരിഹാരം കിട്ടാതെ ആ രാജ്യങ്ങളുടെ കപ്പലുകൾ കടത്തിവിടില്ല. അതായത് അമേരിക്കയും ഇസ്രായേലും അടക്കമുള്ള രാജ്യങ്ങളുടെ കപ്പലുകൾ ഇതുവരെയുള്ള ആക്രമണത്തിന് വളരെ കൃത്യമായ നഷ്ടപരിഹാരം ഇറാന് നൽകിയാൽ മാത്രമേ ഹോർമുസിലൂടെ കടന്നു പോകാൻ സാധിക്കൂ എന്നുള്ള സുപ്രധാനമായ ഒരു ബില്ല് ഇറാൻ പാർലമെന്റ് പാസ്സാക്കാൻ പോവുകയാണ്. നമുക്കറിയാം, നേരത്തെ ഹോർമുസിൽ ചുങ്കം വാങ്ങി തുടങ്ങിയിരുന്നു. ഈ പ്രശ്നങ്ങൾ, ഈ ഉപരോധം ആരംഭിക്കുന്നതിന് മുൻപ് ഇറാൻ വലിയ തുകയാണ് ചുങ്കമായി വാങ്ങിക്കൊണ്ടിരുന്നത്. ഇതിപ്പോൾ ഇസ്രായേലിനെയും അമേരിക്കയുടെയും കപ്പലുകളെ കടത്തിവിടില്ല എന്ന് പറയുമ്പോൾ ഇരു രാജ്യങ്ങളെയും പ്രകോപിപ്പിക്കുന്ന നീക്കമാണ്. അതിന് ഏത് തരത്തിലുള്ള തിരിച്ചടി ഉണ്ടാകുമെന്നുള്ളത് കാത്തിരുന്ന് കാണണം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.